എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സിനായി ഇന്ന് തുടക്കം. തൃക്കാക്കര, പിറവം മണ്ഡലങ്ങളിൽ ഇന്നും തൃപ്പൂണിത്തുറയിലും കുന്നത്തുനാടും നാളെയുമാണ് സദസ്സ് നടക്കുക. കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്നാണ് ഈ മണ്ഡലങ്ങളിലെ സദസ്സ് മാറ്റിവെച്ചത്. അഴിച്ചുപണിക്ക് ശേഷം നടക്കുന്ന സദസ്സായതിനാൽ മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, കെ.ബി. ഗണേഷ് കുമാറും പങ്കെടുക്കും. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നവമി, ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ ആഘോഷം? വാർത്തയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കാനത്തിന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച 4 മണ്ഡലങ്ങളിലെ സദസ്സാണ്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ജില്ലയിൽ എത്തിയിട്ടുണ്ടോ? നവകേരള സദസ്സിന്റെ ബസ് എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് രഞ്ജിനി. ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷം ആകട്ടെ രഞ്ജിനിക്കുമെന്ന് ഞാനും ആശംസിക്കുകയാണ്. എന്റെ ന്യൂ ഇയർ പതിവ് പോലെ, എല്ലാ വർഷത്തെ ന്യൂ ഇയർ പോലെ ഞാൻ കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റ് വന്നു. ഇത് തന്നെയാണ്. രാത്രി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. രഞ്ജിനിയുടെ ന്യൂ ഇയർ എങ്ങനെയായിരുന്നു? രാത്രി 12 മണിക്ക് ഞാനും കിടന്നുറങ്ങി, രാവിലെ എണീറ്റ് ഡ്യൂട്ടിക്ക് വന്നു. അതേ സാഹചര്യമായിരുന്നു. അതെ, തീർച്ചയായും. എല്ലാ വർഷവും വിചാരിക്കും ഇതുപോലെ ന്യൂ ഇയറിന് എവിടെയെങ്കിലുമൊക്കെ പോകണം, ആഘോഷിക്കണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടക്കാറില്ല. ഇന്ന് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ്. ഡിസംബർ 9-ന് നടക്കാനിരുന്ന നവകേരള സദസ്സിന്റെ ബാക്കിയായിരുന്നു ഈ 4 മണ്ഡലങ്ങളിൽ മാറ്റിവെച്ചിരുന്നത്. കാരണം കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്നായിരുന്നു ആ നവകേരള സദസ്സ് മാറ്റിവെച്ചത്. അതാണ് ഇന്നും നാളെയുമായി നടക്കുക. ഇന്ന് തൃക്കാക്കര, പിറവം എന്നീ മണ്ഡലങ്ങളിലും കുന്നത്തുനാട് മണ്ഡലങ്ങളിലുമായിരിക്കും നാളെ നടക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉച്ചയ്ക്ക് 3 കഴിഞ്ഞ ശേഷമാണ് തൃക്കാക്കര മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുക. സാധാരണ എല്ലാ നവകേരള സദസ്സിൽ മറ്റ് ജില്ലകളിലൊക്കെ പ്രഭാത സദസ്സുണ്ടാവും, പ്രഭാത ഭക്ഷണം ഒക്കെ അവിടെ ആ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം അതുണ്ടാകില്ല. ഇന്നും നാളെയും പ്രഭാത സദസ്സ് ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ 3 മണിക്ക് ശേഷം തൃക്കാക്കര മണ്ഡലത്തിലേത് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൌണ്ടിലും, വൈകിട്ട് 5-ന് പിറവം മണ്ഡലത്തിലേത് പിറവം KSRTC സ്റ്റാൻഡ് ഗ്രൌണ്ടിലുമായിരിക്കും നടക്കുക. നാളെ 3 മണിക്ക് പുതിയകാവ് ക്ഷേത്ര മൈതാനത്തും, കുന്നത്തുനാട് മണ്ഡലത്തിലെ വൈകിട്ട് 5-ന് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഗ്രൌണ്ടിലുമായിരിക്കും നടക്കുക. ഇവിടെയാണ് പ്രധാനമായും നവകേരള സദസ്സിനായി വേദി ഒരുക്കുന്നത്. ഇതിൽ തന്നെ ഈ പരാതി നൽകാനുള്ള കൌണ്ടറുകൾ അടക്കം ഇപ്പോൾ തന്നെ തയ്യാറായിട്ടുണ്ട്. ജില്ലയിലെ മറ്റ് 10 മണ്ഡലങ്ങളിലെ ഈ പരാതി ലഭിച്ചതൊക്കെ എത്രത്തോളം പരിഹരിച്ചു എന്നുള്ളത് ഇന്നും നാളെയുമായി നടക്കുന്ന സദസ്സിൽ അറിയിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിലും എന്തായാലും ഒരു വ്യക്തതയുണ്ടാകും. അതോടൊപ്പം തന്നെ പുതിയ 2 മന്ത്രിമാർ, കെ.ബി. ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നീ 2 പേരും പുതിയ നവകേരള സദസ്സിൽ, ഈ നടക്കുന്ന 2 ദിവസം നടക്കുന്ന നവകേരള സദസ്സിൽ പങ്കെടുക്കുമെന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ സുരക്ഷ വളരെ ശക്തമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ നവകേരള സദസ്സിലൊക്കെ നമ്മൾ കണ്ടതാണ്, പെരുമ്പാവൂരൊക്കെ വലിയ പ്രതിഷേധമാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ ഉണ്ടായത്. ഷൂവേർ വരെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധവും മർദ്ദനവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സുരക്ഷിതമായിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാൽ തന്നെ അത് നേരത്തെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശവും പോലീസ് മേധാവി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷയിൽ തന്നെയായിരിക്കും ഇത്തവണത്തെ നവകേരള സദസ്സ് എറണാകുളം ജില്ലയിലെ മറ്റ് 4 മണ്ഡലങ്ങളിലും നടക്കുക. അതിൽ തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ഒരു ബോംബ് ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷ, എല്ലാ പ്രദേശങ്ങളിലും ശക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം, ബോംബ് സ്ക്വാഡ് അടക്കം വന്ന് ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. അത്തരത്തിൽ പോലീസ് സുരക്ഷയൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ഇപ്പോഴും പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് നമ്മളെ അറിയിക്കുന്നത്. KSUവിന്റെ ഭാഗത്തു നിന്നൊക്കെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത്തരത്തിലുള്ളൊരു മുന്നൊരുക്കവും പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നവമിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്നായിരുന്നു എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് മാറ്റിവെച്ചത്. മാറ്റിവെച്ച നവകേരള സദസ്സ് ഇന്നും നാളെയുമായി നടക്കുന്നു. ഇന്നിപ്പോൾ പിറവം, ഒപ്പം തന്നെ തൃക്കാക്കര മണ്ഡലങ്ങളിലാണ് ഇന്ന് സദസ്സ് നടക്കുന്നത്. തൃപ്പൂണിത്തറയിലും കുന്നത്തുനാടും നാളെ സദസ്സ് നടക്കുകയും ചെയ്യും. എന്തായാലും നേരത്തെ വലിയ ഈ നവകേരള സദസ്സിന്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിയപ്പോൾ വലിയ പ്രശ്നങ്ങൾ KSUവിന്റെ ഭാഗത്തുനിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുമൊക്കെ ഉയർന്നത് നമ്മൾ കണ്ടതാണ്. ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ വലിയ സുരക്ഷ ഇതിന് ഒരുക്കിയിട്ടുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, നേരത്തെ പറഞ്ഞു വന്നത് മുഴുവിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ
യെസ്, നവമിയിലേക്ക് ഞാൻ എത്താം. എന്തായാലും നവകേരള സദസ്സ് മാറ്റിവെച്ച 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് അതിന്ന് നടക്കുന്നു. ഇന്നിപ്പോൾ തൃക്കാക്കര, പിറവം മണ്ഡലങ്ങളിൽ, നാളെ തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലാണ് നടക്കുന്നത്. നവമി ഇതിലിപ്പോൾ ഈ 4 മണ്ഡലങ്ങളുടെയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തൃക്കാക്കരയായാലും പിറവമായാലും തൃപ്പൂണിത്തുറയായാലും ഇപ്പോൾ UDF-ന്റെ കൈകളിൽ ഉള്ള മണ്ഡലമാണ്. കുന്നത്തുനാട് മാത്രമാണ് LDF-നോട് ഇപ്പോൾ ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലമെന്ന് നമുക്ക് പറയാൻ കഴിയും. സ്വാഭാവികമായും പ്രതിഷേധത്തിനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കാണണ്ടേ? അങ്ങനെ KS-ന്റെ ഭാഗത്തു നിന്നായാലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായാലും ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ടോ? നവമി നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വാഭാവികമായ സുരക്ഷ എല്ലാ അർത്ഥത്തിലും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് എന്തെങ്കിലും ഇതിനോടകം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും രഞ്ജിനി, കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നവകേരള സദസ്സിൽ കേരളത്തിലുടനീളം ശക്തമായൊരു പ്രതിഷേധമാണ് കണ്ടിട്ടുള്ളത്. കരിങ്കൊടി പ്രതിഷേധം അടക്കം നമ്മൾ കണ്ടതാണ്. അതിൽ ഷൂവെയർ അടക്കം വലിയൊരു വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ മണ്ഡലമായ ഈ മണ്ഡലം കൂടി ആയതിനാൽ കൂടുതൽ ശക്തമായിട്ടുള്ള സുരക്ഷയാണ് ഇവിടെ എല്ലാം ഒരുക്കിയിരിക്കുന്നത്. എങ്കിൽ പോലും തങ്ങൾ ഇനിയും കരിങ്കൊടി അടക്കം കാണിച്ച് പ്രതിഷേധിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് KSUം യൂത്ത് കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ. എന്തായാലും അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. ബോംബ് ഭീഷണി വരെ ഉണ്ടായൊരു സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനയും നിരീക്ഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവാദങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനിയും ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകാതിരിക്കാൻ പോലീസ് സേനയും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ 4 മണ്ഡലങ്ങളിലെ പ്രധാന വേദികളിലെല്ലാം കൃത്യമായിട്ടുള്ള പോലീസിനെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവിധത്തിലുള്ള ബോംബ് സ്ക്വാഡ് അടക്കമുള്ളവർ എത്തി ഒരു പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം നടത്തിയിരുന്നു. കാരണം ഒരു ബോംബ് ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി എത്രത്തോളം KSUവിന് ഏത് തരത്തിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രതിഷേധിക്കുമോ എന്നതാണ് ഇനി നമുക്ക് നോക്കി കാണേണ്ടത്. അവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തും പ്രതിപക്ഷമടക്കമുള്ളവർ അവിടെ എത്തി ഒരു പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. KSRTC സ്റ്റാൻഡിന്റെ മതിലൊക്കെ ഇടിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം അവിടെ നമ്മൾ കണ്ടതാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇന്നും നാളെ ഉണ്ടാകുന്ന നവകേരള സദസ്സിൽ ഒരു പ്രതിഷേധവുമായി KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ എത്താൻ തന്നെയാണ് സാധ്യത. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും തയ്യാറായി കഴിഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് 3 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ ആദ്യത്തെ മണ്ഡല പര്യടനത്തിനായി തൃക്കാക്കര എത്തുന്നത്. അവിടെയും പോലീസിന്റെ സുരക്ഷ എല്ലാം തയ്യാറായിട്ടുണ്ട്. ഒപ്പം തന്നെ പരാതി കൌണ്ടറുകൾ അടക്കം തയ്യാറായിട്ടുണ്ട്. ഈ മറ്റ് 10 മണ്ഡലങ്ങളിലെ പരാതികൾ എത്രത്തോളം എത്ര എണ്ണം പരിഹരിച്ചു എന്നുള്ളത് ഇന്നത്തെ നടക്കുന്ന നവകേരള സദസ്സിൽ മന്ത്രിമാർ അറിയിക്കുമെന്നും നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. രഞ്ജിനി, യെസ്, അതാണ് സാഹചര്യം. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ച്. പ്രതിഷേധ സാധ്യത മുന്നിലുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരാതികളിൽ എത്രമാത്രം തീർപ്പായി എന്നുള്ള വസ്തുതയാണ്. സ്വാഭാവികമായും വലിയ പരാതികൾ കോൺഗ്രസിന്റെ ഭാഗത്ത് അത്തരത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പരാതികളിൽ പലതും തീർപ്പാകുന്നില്ല എന്ന് പ്രതിപക്ഷം വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും ഇന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.